നമസ്കാരം. സമരത്തിനിറങ്ങിയ നേഴ്സുമാർ കണ്ടം വഴി ഓടി എന്നാണ് ചില മാധ്യമങ്ങളും അവരെ പിന്തുണയ്ക്കുന്ന സോഷ്യൽ മീഡിയയും ഇന്നലെ മുതൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേഴ്സുമാരുടെ സമരം ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി തൽക്കാലത്തേക്ക് സമരം നിർത്തിവെക്കാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സമരം ചീറ്റിപ്പോയി എന്ന് ഇവർ പ്രചരിപ്പിക്കുന്നു. വാസ്തവത്തിൽ എന്താണ് ഹൈക്കോടതിയിൽ സംഭവിച്ചത്? ചീറ്റിപ്പോയോ അതോ മാനേജ്മെൻറ്റ് പേടിച്ച് നെട്ടോട്ടം നടത്തുകയാണോ? വാസ്തവത്തിൽ ഇന്നലെ കോടതി തൽക്കാലത്തേക്ക് സമരം നിർത്താൻ പറഞ്ഞെങ്കിലും കോടതിയുടെ നിരീക്ഷണങ്ങൾ എല്ലാം നേഴ്സുമാർക്ക് അനുകൂലമായിരുന്നു. നേഴ്സുമാരുടെ സമരം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണം, ആവശ്യത്തിന് നോട്ടീസ് പീരിയഡ് പാലിച്ചിട്ടില്ല, എസ്മ പ്രയോഗിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടാണ് കോട്ടയത്തെ കാരിത്താസ് ആശുപത്രിയും സ്വകാര്യ ആശുപത്രി ഉടമകളുടെ സംഘടനയും അടക്കം 3 റിട്ട് ഹർജികൾ ഹൈക്കോടതിയുടെ മുമ്പിലെത്തിയത്. അത് പരിഗണിച്ച ഹൈക്കോടതി നോട്ടീസ് നൽകിയില്ല എന്ന വാദമൊക്കെ ബാലിശമാണ് എന്ന നിഗമനത്തിലെത്തി. മാത്രമല്ല, നേഴ്സുമാർക്ക് 1333 രൂപ അടിസ്ഥാന ശമ്പളം കൊടുക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര മടി എന്ന് പോലും കോടതി സംശയം ചോദിക്കുകയുണ്ടായി. കോടതിയുടെ നിരീക്ഷണങ്ങളൊക്കെ വാസ്തവത്തിൽ നേഴ്സുമാർക്ക് അനുകൂലമായിരുന്നു. എന്നാൽ അനിശ്ചിതകാല സമരം നീണ്ടുപോകുന്നത് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും എന്ന് കോടതി കണ്ടെത്തുകയും ചർച്ച നടത്താതെ മാറി നിൽക്കുന്ന ആശുപത്രി മുതലാളിമാരോട് ചർച്ച നടത്താൻ നിർദ്ദേശിക്കുകയുമാണ് ചെയ്തത്. ഏതാണ്ട് 500ഓളം ആശുപത്രികളിൽ സമരം പ്രഖ്യാപിച്ചതിൽ 430ലധികം ആശുപത്രികളിലെ സമരം മാനേജ്മെൻറ്റുമായി ചർച്ച നടത്തി ഒത്തുതീർപ്പിലായെന്നും അവർ മിക്കവരും ചർച്ചയിലൂടെ ഒരു ധാരണയിലെത്തിയെന്നും 40,000 അടിസ്ഥാന ശമ്പളം എന്ന് ചോദിക്കുമ്പോഴും 32,000 മുതൽ 62,000 വരെയുള്ള സീനിയോറിറ്റി അനുസരിച്ചുള്ള വിവിധ സ്കെയിലുകളിൽ ധാരണയിലെത്തിയെന്നും കോടതി അറിയിക്കുന്നു. വളരെ കുറച്ച് ആശുപത്രികൾ മാത്രം, ഏതാണ്ട് 20ഓളം ആശുപത്രികൾ മാത്രമാണ് പിടിവാശി തുടരുന്നത് എന്നായിരുന്നു കോടതിയിൽ നേഴ്സുമാരുടെ സംഘടന പറഞ്ഞത്. അങ്ങനെയെങ്കിൽ തൽക്കാലം നിങ്ങൾ സമരം നിർത്തിവെക്കൂ, ഞങ്ങൾ അവരെ കൂടി ചർച്ചയിലേക്ക് കൊണ്ടുവരാം, മധ്യസ്ഥൻ ആരാണെന്ന് തീരുമാനിക്കാം, ഹൈക്കോടതിയുടെ മീഡിയേഷൻ വിഭാഗത്തിൽ ചർച്ച നടക്കട്ടെ, ചൊവ്വാഴ്ച ചർച്ച നടക്കട്ടെ എന്നാണ് കോടതി നിർദ്ദേശിച്ചത്. എന്ന് വെച്ചാൽ ഏതാണ്ട് 480ഓളം ആശുപത്രികൾ നേഴ്സുമാരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഉയർന്ന ശമ്പളം കൊടുക്കാം എന്ന് സമ്മതിച്ചെങ്കിലും അവരെ കൊണ്ട് കരാറിൽ ഒപ്പുവയ്ക്കാൻ അനുവദിക്കാതിരിക്കുന്ന സ്വകാര്യ ആശുപത്രി ഉടമ സംഘവും ചില മർക്കടമുഷ്ടിക്കാരായ ആശുപത്രിക്കാരും തോറ്റുപോവുകയാണ് ചെയ്തത്. അവർ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഒരുക്കമല്ല എന്നായിരുന്നു നിലപാടെടുത്തത്. അവർ കോടതിയിൽ പോയതുപോലും ചർച്ചയ്ക്ക് വഴങ്ങാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് എസ്മ പ്രയോഗിച്ച് സമരം നിർത്താനായിരുന്നു. കോടതി അവരെയാണ് നിർബന്ധിച്ച് നിയമപരമായ ചർച്ചയിലേക്ക് എത്തിക്കുന്നത്. വാസ്തവത്തിൽ ഇത് നേഴ്സുമാരുടെ സമരത്തിൻ്റെ ചരിത്രപ്രധാനമായ വിജയമാണ്. ചർച്ചയ്ക്കൊരുക്കമല്ല എന്ന് പറഞ്ഞിരുന്ന മാനേജ്മെൻറ്റുകളോട് ചർച്ച ചെയ്യൂ, കോടതിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യൂ എന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുമ്പോൾ ഇവർ കൊഴിഞ്ഞു പോകാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ചൊവ്വാഴ്ചയാണ് ചർച്ചയ്ക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്. ഇതുവരെ വഴങ്ങാത്ത മാനേജ്മെൻറ്റുകൾ ചൊവ്വാഴ്ച ഹൈക്കോടതിയുടെ മീഡിയേഷൻ വിഭാഗത്തിൽ ചർച്ചയ്ക്കെത്തണം. ചർച്ചയിൽ നേഴ്സുമാർ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ഫോർമുല അടിസ്ഥാന ശമ്പളം 40,000 ആക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും വിട്ടുവീഴ്ച എന്ന നിലയിൽ 32,000 സമ്മതിക്കാം. എന്നാൽ സീനിയോറിറ്റി അനുസരിച്ച് 32 മുതൽ 62 വരെ വേണം. ഇത് ഒരുമാതിരിപ്പെട്ട ആശുപത്രികളെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. അത് ബാക്കി ആശുപത്രികൾ കൂടി അംഗീകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഹൈക്കോടതി അവരെ എത്തിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം. അടിസ്ഥാനപരമായി നേഴ്സുമാരുടെ ആവശ്യത്തോട് അനുഭാവപൂർവമായ നിലപാടാണ് ഹൈക്കോടതി എടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയുടെ മധ്യസ്ഥതയിൽ ശമ്പള വർധനവിന് ഈ ആശുപത്രികൾ ഒരുക്കമല്ലെങ്കിൽ തീർച്ചയായും സമരവുമായി മുമ്പോട്ട് പോകുമെന്ന് ജാസ്മിൻ ഷാ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജാസ്മിൻ ഷായുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ, 21 ആശുപത്രികളിലാണ് UNA ഇതുവരെ ധാരണയിലെത്താൻ സാധിക്കാത്തത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് മാനിച്ചുകൊണ്ടാണ് 19-ാം തീയതി വരെ പ്രത്യക്ഷ സമരം നിർത്തിവച്ചിരിക്കുന്നത്. 16 നടക്കുന്ന സർക്കാർ വിളിച്ച യോഗത്തിലും 17 ചേരുന്ന ഹൈക്കോടതി മീഡിയേഷൻ യോഗത്തിലും UNA പങ്കെടുക്കും. ധാരണയിലെത്തിയില്ലെങ്കിൽ പണിമുടക്ക് പുനരാരംഭിക്കും. ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിന് വിരുദ്ധമായി എന്തെങ്കിലും നടപടി ആശുപത്രി മാനേജ്മെൻറ്റുകളുടെ നേതൃത്വത്തിലുണ്ടായാൽ സമരം അവിടങ്ങളിൽ തുടരുവാനും സംഘടന തീരുമാനിച്ചു. ഓരോ യൂണിറ്റ് ജില്ലാ നേതൃത്വങ്ങൾക്കും സ്വന്തമായി തീരുമാനമെടുക്കുന്നതിനും അതിന് സംസ്ഥാന കമ്മിറ്റി പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യും. എസ്മ പ്രയോഗിക്കണമെന്ന സമരത്തെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നുമൊക്കെയുള്ള മാനേജ്മെൻറ്റുകളുടെ വാദം
ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളിയതും 19-നകം സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച മറ്റ് ആശുപത്രികളുമായി ഉണ്ടായ ധാരണ പ്രകാരം തീരുമാനമെടുക്കണമെന്ന് കോടതി നിലപാട് ഞങ്ങൾ പ്രതീക്ഷ നൽകുന്നു. ശതകോടീശ്വരന്മാരെ കോർപ്പറേറ്റ് ജാതി മത സംഘടനകൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ തളരാത്ത പോരാട്ട വീര്യം കാണിച്ച സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. എന്നുവെച്ചാൽ നഴ്സിംഗ് സമരത്തിൻ്റെ 2ാം ഘട്ടം വിജയിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ആശുപത്രി മാനേജ്മെൻറ്റുകൾ ചർച്ചയ്ക്ക് തയ്യാറാവുക എന്നതായിരുന്നു. അതിന് വിസമ്മതിക്കാതിരുന്നത് 21 ആശുപത്രികൾ മാത്രമാണ്. ആ ആശുപത്രികളോടും ചർച്ചയ്ക്കിരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ആ ചർച്ചയിൽ മുമ്പോട്ട് വയ്ക്കുന്നത് മറ്റ് ആശുപത്രികളുമായി ധാരണയിലെത്തിയ കുറഞ്ഞത് 32,000 ശമ്പളം എന്ന ആവശ്യം തന്നെയാവും. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന് UNA വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ അതിശക്തമായ വ്യാജ പ്രചരണവുമായി നേഴ്സുമാരുടെ സംഘടനയ്ക്കെതിരെ പല ജാതി മത സംഘടനകളും രംഗത്തെത്തിയിരിക്കുന്നു. നേഴ്സുമാർക്ക് ഉയർന്ന ശമ്പളം കൊടുക്കുന്നു, ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല തുടങ്ങിയ നുണകളാണ് അവർ എഴുതുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, 40,000 രൂപ അടിസ്ഥാന ശമ്പളം എന്ന് ചോദിക്കുന്ന നേഴ്സുമാർ 32,000-ന് അത് സമ്മതിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 32,000 സമ്മതിച്ചെടുത്ത് സമരവും പിൻവലിച്ചിട്ടുണ്ട്. ഇത് സത്യമായിരിക്കവേ പച്ചക്കള്ളങ്ങൾ പറയുന്നവരുടെ മുമ്പിൽ ഞാനൊരു സാലറി സ്ലിപ്പ് കാണിക്കാം. ഇത് വയനാട്ടിലെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഒരു നേഴ്സിന് ഈ അടുത്ത കാലത്ത് കൊടുത്ത ശമ്പളമാണ്. ഇതിൽ നോക്കൂ, എഴുതിയിരിക്കുന്നത് അടിസ്ഥാന ശമ്പളം 6,750 എന്നാണ്. ബാക്കി എല്ലാം കൂടി കൂട്ടിയും കുറച്ചും കൊടുത്തിരിക്കുന്ന ആകെ തുക 18,000 എന്ന് വെച്ചാൽ 2018 അടിസ്ഥാന ശമ്പളം പോലും ഇവർ കൊടുക്കുന്നില്ല. ഈ സ്വകാര്യ ആശുപത്രി മുതലാളിമാരുടെ സംഘടനയുടെ പ്രസിഡന്റാണ് ഈ കൊടും ചതി ചെയ്യുന്നതെന്ന് ഓർക്കണം. 2018 അടിസ്ഥാന ശമ്പളം പോലും കൊടുക്കാതെ 6,750 രൂപ മാത്രം ഇപ്പോഴും അടിസ്ഥാന ശമ്പളം കൊടുക്കുന്ന മെഡിക്കൽ കോളേജുകൾ ഉള്ള നാട്ടിൽ നേഴ്സുമാർ അവകാശ സമരം നടത്തുന്നത് എങ്ങനെ കുറ്റമായി മാറും? ചിലയിടങ്ങളിൽ നേഴ്സുമാർക്ക് കൂടുതൽ ശമ്പളമുണ്ട്, എന്നാൽ എല്ലാവരോടും ചോദിക്കുന്നത് അടിസ്ഥാന ശമ്പളം 40,000 എന്നതാണ്. ഇത് മനസ്സിലാക്കാതെയാണ് വ്യാജ പ്രചരണങ്ങൾ കൊഴുക്കുന്നത്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് പലപ്പോഴും മതസംഘടനകളുടെ പിൻബലത്തോടെയാണ്. ജാസ്മിൻ ഷായുടെ 1.44 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടി ED, ജാസ്മിൻ ഷായുടെയും ഭാര്യയുടെയും സ്വത്തുകൾ കണ്ടുകെട്ടി ED, ക്രൈസ്തവ സ്ഥാപനങ്ങൾ തകർക്കാനുള്ള നീക്കം എന്നൊക്കെ പറഞ്ഞാൽ വ്യാജ പ്രചരണങ്ങൾ. 20,000 രൂപയിൽ താഴെ മാത്രം ശമ്പളം കൊടുക്കുന്ന ആശുപത്രികളിൽ സമരം നടത്താതെ എന്തിന് 30,000 40,000 രൂപ ശമ്പളം കൊടുക്കുന്ന ക്രൈസ്തവ ഹോസ്പിറ്റൽ തെരഞ്ഞുപിടിച്ച് ജാസ്മിൻ ഷാ എന്ന മുസ്ലിം നാമധാരി സമരം നടത്തണം? നേഴ്സല്ലാത്ത മുല്ലപ്പൂ ഷാ എങ്ങനെ നേഴ്സിംഗ് സംഘടന പ്രസിഡന്റായി? മുല്ലപ്പൂ ഷായുടെ പിറകിൽ ആര്? ഇതൊക്കെയാണ് പ്രചരണങ്ങൾ, ഇതൊക്കെ വ്യാജമാണ്. ഒരു ചോദ്യം, 20,000 രൂപ താഴെ മാത്രം ശമ്പളം കൊടുക്കുന്ന ആശുപത്രികൾ സമരം നടത്താതെ എന്തിന് 30,000 40,000 രൂപ ശമ്പളം കൊടുക്കുന്ന ക്രൈസ്തവ ഹോസ്പിറ്റൽ തെരഞ്ഞുപിടിച്ച് ജാസ്മിൻ ഷാ മുസ്ലിം നാമധാരി സമരം നടത്തണം? ചോദ്യമാണ്. എന്താ പറയുന്നു? ഒന്ന്, കരാർ ഒപ്പിട്ട ആശുപത്രി സുതാര്യത. ശ്രീ ജാസ്മിൻ ഷായുടെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരം 400-ലധികം ഹോസ്പിറ്റൽ കരാർ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ ആശുപത്രി ഏതൊക്കെയാണെന്ന് വെളിപ്പെടുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതോ കേവലം അവകാശവാദം മാത്രമാണോ? ഏതാണ്ട് 21 ആശുപത്രികളുടെ ബാക്കി എല്ലായിടത്തും ധാരണയിലായിട്ടുണ്ട്. പക്ഷേ ഈ ആശുപത്രി മുതലാളിമാരുടെ സംഘടന സമ്മതിക്കാത്തത് കൊണ്ട് ഇവർക്ക് പുറത്തു പറയാൻ പേടിയാണ്. ഔദ്യോഗികമായ സംഘടന അനുവദിച്ചാൽ ഇവരൊക്കെ രംഗത്ത് വരും. കരാർ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിലെ വ്യവസ്ഥകൾ? നിങ്ങളുടെ ആവശ്യങ്ങൾ പരസ്യമാണെന്നിരിക്കും നിലവിൽ ഒപ്പിട്ടിരിക്കുന്ന ചുരുങ്ങിയ 10 പ്രധാന ഹോസ്പിറ്റലുടെയെങ്കിലും കരാർ വ്യവസ്ഥകളുടെ കോപ്പി താങ്കൾ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ പറഞ്ഞല്ലോ. ആശുപത്രി മുതലാളിമാർക്ക് പേടിയാണ്. ഞാൻ പല ആശുപത്രി മാനേജ്മെൻറ്റിനോട് ചോദിച്ചതാണ് ഇക്കാര്യം. ബാക്കി 22 പേർ പവർഫുള്ളാണ്. ശമ്പള വർദ്ധന തൃശ്ശൂരിൽ നിന്ന് ആദ്യ ചർച്ചയ്ക്ക് ശേഷം ജാസ്മിൻ ഷാ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞത് പ്രകാരം അംഗീകരിച്ച ഹോസ്പിറ്റൽ നിലവിൽ കൊടുത്തുകൊണ്ടിരുന്ന ഗ്രേഡ് സാലറി, കരാർ ഒപ്പിട്ടതിന് ശേഷം പുതുക്കിയ ഗ്രോസ് സാലറി, ആശുപത്രി എണ്ണം, അടിസ്ഥാന ശമ്പളം വിട്ടുവീഴ്ച, 40,000 അടിസ്ഥാന ശമ്പളം എന്ന ആവശ്യത്തിന് മാറ്റമില്ലെങ്കിൽ കരാർ ഒപ്പിട്ട 400-ലധികം ആശുപത്രിയിൽ ഇതേ തുക തന്നെ അംഗീകരിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ സമരത്തിന് പ്രധാന ആവശ്യത്തിന് വിരുദ്ധമായി കുറഞ്ഞ വേതന എങ്ങനെ നിങ്ങൾ ഒത്തുതീർപ്പാൻ തയ്യാറായി? അതിനാണ് സുഹൃത്ത് ചർച്ചയെന്ന് പറയുന്നത്. ചർച്ച നടത്തി 40,000 ആയിരുന്നു, ചർച്ചയിൽ 32,000 സംബന്ധിച്ചു. അതിനാണ് ചർച്ച. എന്തായാലും ഇങ്ങനെ കുറേ നുണക്കഥകൾ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ നുണക്കഥകളൊന്നും നേഴ്സുമാർ വിശ്വസിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. എന്തായാലും 2023 ഈ സമരം നടന്നപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചതാണ് നേഴ്സുമാർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ. അതനുസരിച്ചുള്ള വർധനവ് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. വീണ്ടും മറ്റൊരു സമരം നടക്കുമ്പോൾ, അത് ഹൈക്കോടതിയിലെത്തുമ്പോൾ 2023 പറഞ്ഞതുപോലും ഇതുവരെ ചെയ്തിട്ടില്ല എന്ന സത്യം ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തുകയാണ്. ഇതിനും എത്രയോ മുമ്പ് തന്നെ തുല്യ ജോലിക്ക് തുല്യ ശമ്പളം എന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ ആശുപത്രികളിൽ നേഴ്സുമാർക്ക് കൊടുക്കുന്ന ശമ്പളം തന്നെ സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സുമാർക്കും കൊടുക്കണമെന്ന് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തരം കോടതി പരാമർശങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ വിഷയം കോടതിയുടെ പരിഗണനയിൽ എത്തുന്നത്
തീർച്ചയായും നേഴ്സുമാർക്ക് അനുകൂലമായൊരു തീരുമാനത്തിന് കാരണമാകുമെന്ന പ്രതീക്ഷയാണ് നേഴ്സിംഗ് സമൂഹത്തിനുള്ളത്. കോടതി പറഞ്ഞതുപോലെ അവർ കാത്തിരിക്കുകയാണ്. ഒരാഴ്ചത്തേക്ക് സമരം നിർത്തി. ഒരാഴ്ചയ്ക്കകം ആശുപത്രി മുതലാളിമാർ മുട്ടുമടക്കിയില്ലെങ്കിൽ സമരം തുടരും. കോടതി ഇടപെടുന്നതോടെ ആശുപത്രി മുതലാളിമാർക്ക് ഇനി തടി തപ്പാനും സാധ്യമല്ലാതാവും. നേഴ്സുമാരുടെ സമരം നിരോധിക്കാൻ കോടതിയിലെത്തിയ ആശുപത്രി മുതലാളിമാർ വാസ്തവത്തിൽ പണി ചോദിച്ചു വാങ്ങി നെട്ടോട്ടമോടുകയാണ്. ശമ്പളം കൂട്ടുന്നത് തടയാൻ കുറുക്കുവഴികൾ തേടി.